നല്ല പടം, നല്ല ത്രില്ലർ പടമാണ്. കുറേ സസ്പെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവസാനം മ്യൂസിക് ഇട്ട് ആ വില്ലനെ കൊല്ലുന്ന ഒരു രംഗം നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാമറ വർക്കാണ്. അതുപോലെ തന്നെ റൈറ്റിംഗ് സൂപ്പറായിട്ടുണ്ട്. അവസാനം ഒരു ക്യാമിയോ റോളിൽ നരേനൊക്കെ എത്തുന്നുണ്ട്. പടം സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അതുപോലെ നിർത്തിയിരിക്കേണ്ട ലാസ്റ്റ്. നല്ല സ്ക്രിപ്റ്റാണ്. പടം ഓടാൻ സാധ്യതയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല പടമാണ്. പിന്നെ നമ്മുടെ ബിബിൻ ജോർജ് അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ കരിയറിലെ നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ. അടിപൊളി എല്ലാരും അസലായിട്ട് ക്ലൈമാക്സ് ഒക്കെ വേറല്ലേ ട്വിസ്റ്റ് ഒക്കെ ഇട്ട് ഗംഭീര പടം. മസ്റ്റ് വാച്ചാണ്, ആരും മിസ് ചെയ്യരുത്. ഗംഭീര പടം. ആ എല്ലാ അർത്ഥത്തിലും അടിപൊളി പടം. വെൽ മെയ്ഡ് മൂവിയാണ്. ഫാമിലി. ബാക്കിയുള്ളവരോട് ചോദിച്ചോ, ബാക്കി എല്ലാവരും പറയും. നമ്മള് ഒരു പ്രതീക്ഷിക്കാണ്ട് വലിയൊരു ഗിഫ്റ്റ് കിട്ടിയ പോലെ നല്ല പടം, വളരെ നല്ല പടം. നല്ല പടം, ഒരുപാട് ടെസ്റ്റുകൾ, ഗംഭീരം. അതെ, സസ്പെൻസ് ത്രില്ലർ സൂപ്പർ പടം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നിന്ന് എല്ലാവർക്കും നല്ല സിനിമ. അമൽ കെ ബേബിയുടെ ഗുമസ്തൻ എന്ന സിനിമ ഒരു വ്യത്യസ്ത മൂവിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സസ്പെൻസ് ഉള്ള മൂവിയാണ്. അതിൽ അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ചങ്ക് സസ്പെൻസ് ആണ്, പറയുന്നില്ല. ചേട്ടൻ വേറെ ലെവലാട്ടോ. ഇതുവരെ കാണാത്തൊരു കഥാപാത്രമാണ് ചേട്ടൻ ചെയ്യുന്നത്. അനുഗ്രഹിക്കട്ടെ. വെരി ഗുഡ്. അടിപൊളി പടം, നല്ലൊരു ത്രില്ലറാണ്. ബിബിയേട്ടനും ജയ്സേട്ടനും തകർത്ത മിനിസ്റ്ററുണ്ട്. ബിബി ജോർജാസന്റെ ജയ്സേട്ടന്റെ പെർഫോമൻസ് ഗംഭീരമാണ്. നമ്മുടെ ഗുമസ്തൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. ആറാടുകയാണ്. ഗംഭീര പെർഫോമൻസ്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം ഒരു കൺഫ്യൂഷനോടുകൂടിയാണ് ഇരുന്നത്. എങ്കിലും സിനിമ വളരെയേറെ നല്ല രീതിയിൽ ജനങ്ങളെ മനസ്സ് നിലനിർത്തി. അപ്പം അതിൽ നിന്ന് ശ്രദ്ധ പോകാതെ വളരെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു.